നമസ്കാരം, നിലാവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. മൺപാത്ര നിർമ്മാണശാലയിലെത്തിയ വിദ്യാർത്ഥികളോട് കുഞ്ഞിക്കുട്ടനും ഭാര്യ നല്ലമ്മയും മണ്ണ് കുഴച്ച് പാത്രമുണ്ടാക്കുന്ന രീതികൾ വിശദമായി വിവരിച്ചു നൽകിയപ്പോൾ കൂട്ടുകാർക്ക് ഏറെ കൗതുകം. വിവിധ ഇനം മണ്ണിനെപ്പറ്റിയും മൺപാത്ര നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും അറിയാനായതിൻ്റെ സന്തോഷത്തിലായിരുന്നു വിദ്യാർത്ഥികൾ. പാഠപുസ്തകത്തിൽ നിന്നും വായിച്ചറിഞ്ഞ മൺപാത്ര നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ വിദ്യാർത്ഥികൾക്ക് നേരിൽ കാണാനുള്ള അവസരമൊരുക്കുകയായിരുന്നു അധ്യാപകർ. പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ക്ലാസ് അധ്യാപകർക്കൊപ്പം തിരുനാവായ ആലുങ്ങലിലെ മൺപാത്ര നിർമ്മാണശാലയിൽ എത്തിയത്. മണ്ണ് കുറച്ചുണ്ട്, പക്ഷെ കുറച്ചുണ്ടാക്കി വെച്ചതാണ്. ഇടുക്കല്ല. ഇതൊന്ന് കൊണ്ട് വെക്കാനൊരു ഗ്യാപ്പ്. കഴിഞ്ഞ 30 വർഷമായി കുഞ്ഞിക്കുട്ടനും നല്ലമ്മയും കോലൂപ്പാലം ആലുങ്ങലിൽ മൺപാത്രം ഉണ്ടാക്കി ഉപജീവനം നടത്തുന്നവരാണ്. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മണ്ണ്, നിറം നൽകൽ, ചൂളക്ക് വെക്കൽ, വിൽപ്പന തുടങ്ങിയ എല്ലാം വിദ്യാർത്ഥികൾ ചോദിച്ചറിഞ്ഞു. അതിലിട്ട് ആ ചകിരിക്ക് തീ കൊള്ളും, തീ തട്ടും. തീ തട്ടിയിട്ട് മൊത്തം ചകിരിക്ക് മൊത്തം തീ തട്ടും. തീ തട്ടി മൊത്തം അതിൻ്റെ ഉള്ളിൽ പിന്നെ ഈ ചട്ടിയും ഈ ചകിരിയും കൂടി മൊത്തം വെന്തിട്ട് 2 മണിക്കൂറാവും. വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരായ ആഷില, സുജന പ്രദീപ്, ഹമീദ് പാറയിൽ എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് നിലാവിഷൻ, തിരൂർ. ചൂടാവണവരും കത്തിക്കണം. 3 ദിവസം നല്ല കത്തിച്ചിട്ട് ഈ ചകിരി കൂടെ തീ പിടിക്കുള്ളൂ. പിടിക്കണ അറിയും. അപ്പൊ നല്ല പുക വരും, പുക ഉണ്ടാവും. 2 മണിക്കൂർ പുക ഉണ്ടാവും. പുക പോകണ ഓളാണത്. പുക കുറച്ച് പരക്കും കാറ്റിനൊക്കെ മേലക്ക് ഇങ്ങനെ പോകും. പിറ്റേ 4ാം ദിവസം ഇത് പൊളിച്ചെടുക്കുള്ളൂ. അപ്പോഴാണ് ഇതേ കളറാവുക.